വളരെ മോശം. ചില്ലി ആൻഡ് ലെമൺ. അതിലിട്ടോ അങ്ങ് കടിച്ചാ. വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ ചലഞ്ച് സ്പിൻ വീൽ ഫുഡ് ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്പിൻ വീൽ ഫുഡ് ചലഞ്ച് ആണ്. സ്പിൻ വീൽ നമ്മുടെ ടാബിനകത്ത് ഐപ്പാഡിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്പിൻ ചെയ്യുക, അതിനകത്ത് വരുന്ന ഫുഡ് കഴിക്കുക. അപ്പൊ നമ്മുടെ ഐറ്റംസ് വരികയാണെങ്കിൽ നമുക്ക് കഴിക്കായിരുന്നു. ഐറ്റംസ് പ്ലീസ്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? നീ ആദ്യമായിട്ടല്ലേ സ്പിൻ വീൽ ചെയ്യണേ? ബ്രോ ആദ്യമായിട്ടല്ലേ ടാബിൽ തൊടാൻ പോണത്? ടാബല്ല, തൊടാവോ? ഇത് എന്തിനാണ് ഇത്ര ഡിലേ? നമുക്ക് കണ്ടറിയാം ഏതാ കിട്ടാൻ പോണേന്ന്. എടാ ചോപ്പാട കിട്ടിയേ. ചോപ്പാണെങ്കിൽ എന്താന്നറിയാമോ? അതറിയില്ലേ? അതറിയില്ലേ? നെക്സ്റ്റ് വണ്ണാടാ. ഇത് 3 ആയിരിക്കും. 3 വന്നാ മൂഞ്ചി പോകും, 4 വന്നാ നാണിച്ചു പോകും. എനിക്ക് എന്താ 4 അല്ലേ? 1 എനിക്ക്. ഇല്ലടാ, ഒന്നില്ല. ഒന്ന് ഞാൻ തൂക്കും. നീ മൂഞ്ചി പോയേട്ടാ. ആര്യാ നീ? എന്തിനാ 3 മൂഞ്ചി പോകുന്ന? അപ്പൊ നമ്മൾ ഓർത്തിച്ച് എനിക്ക് 1 കിട്ടിയ, ഇവന് 2, ഇയാൾക്ക് 4, ഇവന് 3. ബ്രൗണി. ബ്രൗണി എടുത്തോട്ടെ. ഓക്കെ, ബ്രൗണി കഴിച്ചോ? കാണിച്ചോട് ഹാപ്പി ആവട്ടെ. ഇതാണ് ബ്രൗണി. ബോൺവിറ്റ എടുത്തോ. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. 3 4 മുഞ്ചാനുള്ളതാ. എപ്പോഴും ഇതാണല്ലേ. എന്താണ് നമുക്ക് ഇതെങ്ങനെ മൂഞ്ചിക്കുമല്ലേ? മൂഞ്ചിക്കുന്നല്ലോ. ഐസ് ക്രീം മണ്ണ് കുറച്ചെടുക്കട്ടെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ചോക്ലേറ്റ് ഇത് കൊള്ളാം. സോഫ്റ്റ് ആണോ? തൊട്ടു അറിയാൻ പറ്റും. ക്രൂജി ക്രൂജിക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ ക്രൂജി ഇച്ചിരി പാല് തരൂ. പാല് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പാലുണ്ടല്ലോ. എനിക്കുള്ള ക്രീം മണ്ണ് വന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലംകോട് 30 രൂപയ്ക്ക് മുടി വെട്ടാൻ പറയുന്നുണ്ട്. മാത്രം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ പോയാൽ മതി. 30 രൂപയ്ക്ക് അടിമിഷും വെച്ചിട്ട് വരും ഞാൻ. വെട്ടിയിട്ട് ഇവിടെ പതിപ്പിക്കും. നീയാണോ ബാർബർ? 30 രൂപയ്ക്ക് വെട്ടണ ബാർബർ? എന്റെ വീട് തൃശ്ശൂരാണ്. നീ ഏതാമ്പലൂരി പറയണേ? എന്ത് അങ്ങനെ കഴിക്കില്ല മണ്ട. ഇത് എന്നാടോ ഒരു ഇങ്ങനെ കഴിക്കുമ്പോഴൊരു വൈബ് ഉണ്ടല്ലോ, അത് വൈബാ ബ്രോ. അതൊരു വൈബാ. ഇത് എന്താ ഭയങ്കര മഞ്ഞ കഴിക്കാനോട് അത്രേ ഉള്ളൂ. അത് മാസം ഇഞ്ഞു ചേരുന്നു. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോസിസ്. അത് തന്നെ അതല്ലേ. ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം. എങ്ങനെയുണ്ട് ബോൺവിറ്റ? കൊള്ളാം. നൈസ്. എനർജി ആവുന്നുണ്ടോ? എനർജി ആവുന്നുണ്ട്. കുറച്ചും കൂടെ വലിയ ക്രീം ആണ് കിട്ടിയത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടില് സ്പിൻ ചെയ്യാൻ പോകുന്നത് ചെക്ചർ മൈമി ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഏതാണ് കിട്ടാൻ പോണേ. 3 കിട്ടി മൂഞ്ചി പോകുന്നുള്ളത് ഒന്നാമൻ. വേറെ കേസ് ഏകദേശം ഒന്നാമത്തെ നല്ല ഫുഡ് ആയിരുന്നു. ചീത്ത ഫുഡ് കിട്ടാൻ അങ്ങനത്തെ പ്രൊഡക്ഷൻ ഒന്നുമില്ല. ചീത്ത ഫുഡ് ഞാൻ സ്പിൻ ചെയ്യണ്ട. ഇത് 2 രണ്ടാണ്. ഇത് 3 കിട്ടി മൂഞ്ചി പോട്ടെ എന്ന് പറയത്തില്ല. 4 കാണിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സ്പിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇല്ല. ഇത് 3 കിട്ടിയാൽ മതി എനിക്ക്. ബ്രോ മൂഞ്ചി പോയി. 3 കിട്ടുന്ന അറിഞ്ഞപ്പോ എനിക്ക് 3 കിട്ടിയാ മതി. 3 നല്ല ഫുഡ്. രണ്ടടിപൊളിയായിരിക്കും. അടിപൊളി.
എന്തായാലും നമുക്ക് കണ്ടന്റ് അറിയാം guys. ആ ഒരു ചരിത്ര നിമിഷം ഞാൻ എടുക്കട്ടെ, പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് കണ്ടറിയാം ചെക്ക് എന്താണ് കിട്ടിയത്. എന്റെ ഏതായിരുന്നു 4. തൂക്ക് ഗൈസ്. കരയിലെ കൊമ്പിന് എന്താണ് കിട്ടാൻ പോണത്? സ്ലൈസ്. സ്ലൈസോ എന്താ സ്ലൈസ് ഒരു ബോൺവിറ്റിയും സൈസും എന്നാലേ ബ്രോ വേഗം എടുത്ത് ഇത് തിന്നുള്ള പൊറോട്ട. പൊറോട്ട സീറ്റ് പൊറോട്ട പൊറോട്ട. എന്നതാ പൊറോട്ട? ഗോബിൾസ് ഗോബിൾസ് കേക്ക് കേക്കാ മറ്റേ ചോക്ലേറ്റ് വല്ല കേക്കാ? ചോക്ലേറ്റ് പോലെയാണല്ലോ. അയ്യോ കൊള്ളാം. ഇതും അതും കൂടെ കമ്പാടി പക്ഷെ അത് മതിയായിരുന്നു. ഇത് അല്ല അത് ഇത് നാളെ വേണ്ടതല്ല. ഒരു പട്ടി പോലും വേണ്ട സാധനം. ഇഷ്ടപ്പെടുന്ന എത്ര ജനങ്ങളുണ്ടെന്ന് അറിയോ? എത്ര ജനങ്ങളുണ്ട്? പയ്യെ കുടിക്കും ബ്രോ. ബ്രോ ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തരും. ഇത് കുറച്ച് അത് ഡാമേജ് അല്ല, പഴുത്ത പഴുത്തന്നെ എരി കുറവാ. എരി കുറവാണോ? അത് ഓ നല്ല എരിവുണ്ട്. മണമടിക്കുന്നുണ്ട്. ആണോ? എന്നാ പിന്നെ അങ്ങോട്ട് കേറ്റ്. അല്ല നിങ്ങൾ കഴിച്ചോ. എന്നിട്ട് ഇത് വായിൽ ഇറക്കണ്ടതിന്റെ അറിയണ്ടേ? നല്ല ടേസ്റ്റ് ബ്രോ. ഉണ്ടാവും കേക്കല്ലേ. ചൂടാവാതെ ഇതാണിത്. ചില്ലി ഹോട്ട് ചില്ലിയെല്ലാം chilli കഴിച്ചപ്പോ അല്ലേ? ചൂടാവാതെ പിന്നെ തണുക്കാൻ പറ്റുമോ? പക്ഷെ ജെറ്റർ കൂളല്ലേ? അല്ല ഹോട്ടാണോ? അപ്പൊ ഹോട്ടും സെറ്റ്. അപ്പൊ ബാക്കി സൗണ്ടൊക്കെ വരും. എന്നെ ഈ ഗ്രൂപ്പ് രണ്ടുപേരും കൂടി ചേർന്ന് ചതിച്ചു. എന്നെ എന്റെ കുറെ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട്. വിഷമുണ്ടോ? ഇല്ല കഴിച്ചോ. നാളെ അറിയാം. ഇല്ലെങ്കിലേ ഇവിടെ ഇരിക്കാൻ വയ്യ. ഫ്രാഗ്രൻസ് ഉണ്ട്. നമ്മളിപ്പോ ഇത്ര ചിരിക്കുന്നു. അടുത്ത നമുക്ക് ആ പണി നമ്മളെ സന്തോഷിക്കാൻ പറ്റുമ്പോ നമ്മൾ സന്തോഷിക്കണം. അപ്പൊ നാളെ കാര്യമെന്ന് പറഞ്ഞത് ചിരിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായ ഗൈസ് ജക്ടർ BCB ഫോളോ ആയവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. ഗൈസ് ഫോളോ കരോ. കണ്ണിനും തേക്കണം. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് നീ പോകുന്നത്. ചെറിയ തിന്മയും ഇതൊന്നും പറയല്ലേ. എന്ത് പറഞ്ഞ ചെറിയ തിന്മ വലിയ തിന്മ പറ്റത്തില്ല. ഗൈസ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് റൗണ്ട്. നമ്മള് തേർഡ് റൗണ്ട് ഞാനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുഞ്ഞുവിരലോണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തൊട്ട് കേട്ടോ. കൈലാശം അതിനകത്തായിരുന്നു ഇരുന്നത്. ബാഡ് രണ്ടല്ലേ? ഞാൻ ഏതെടുക്കണം അതാണ് ബാഡ്. പക്ഷെ 3 നമ്പറാ. അയ്യോ 3-ത്ത് ബാഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി പ്രോ ചെയ്. ഞാൻ സെലക്ട് ചെയ്യാണ്ടിരിക്കും നല്ലത്. നമ്മൾ നല്ലത് കിട്ടും. ഞാൻ ഈ മറുകുള്ള കൈ കൊണ്ട് വെച്ചു. മറുകോ എവിടെ? ബ്രോ ഒന്ന് മര്യാദയ്ക്ക് ആക്കിയോ? നിന്റെ കയ്യിൽ മറുകുള്ള അറിയത്തില്ല. ഈ വരലാണ് മറുകൊള്ള. 2 രണ്ടിൽ എന്തായാലും വല്ല നീ ഭാഗ്യവാന. അല്ല ജക്തറിന്റെ കയ്യില് 2 കിട്ടിയേ. അയ്യോ 2 എനിക്ക് കിട്ടിയേ. ഇവിടെ മണ്ട ഒരു പ്രാവശ്യം വന്നതിനകത്ത് ഒരു പ്രാവശ്യം വരാൻ ചാൻസ് കുറവാന്ന്. നല്ല ഫുഡ് ആയിരിക്കും. നല്ല ഇതായിരിക്കും. ബ്രോയ്ക്ക് 1. അപ്പൊ ഒന്നുള്ളവൻ എടുക്കൂ. മാറ്റി കൂടെ കൂടെ ചൂടാണ്. അതായിരുന്നു 1. സ്പെഷ്യൽ ഇറക്കിയത് ഇറാനി കപ്പിൾ സ്പെഷ്യൽ അൽഫാമ ഷവർമ. ഇതന്നെയാണ് സ്പെഷ്യൽ ഇറാഖീഷ് ഇറാനിയൻ കപ്പിൾ സ്പെഷ്യൽ അൽഫാം ഷവർമ. അയാൾക്ക് ഷവർമ എനിക്ക് ഷവർമയാ. ഷവർമ അങ്ങോട്ട് തന്നെ. അയ്യോ ഷവർമ. അയ്യോ ഷവർമ. ഇയാൾക്ക് ബാഡൊക്കെ ഷവർമ ഷവർമ. ഇതിന് കൂടെ ഡിപ്പുണ്ടോ? നിന്റെ അത് 2 ഡിപ്പുണ്ടോ? 2 ചില്ലി എടുത്തേനെ. ചില്ലിയ ബ്രോ 4 എനിക്ക് ബ്രോ തുറക്ക്. ഞാൻ എത്രയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ 2 അവശകുലം പിടിച്ച നമ്പറാണത്. അപ്പൊ ബ്രോയ്ക്ക് 3. എനിക്ക് 3 ആണോ? 2 ചില്ലിയ. 2 ചില്ലി ഉണ്ട്. 2 ചില്ലി. മൂൺ ഫിൽസ്. മൂൺ ഫിൽസോ അതാ ചന്ദ്രൻ കൊണ്ട് ഹൈഡ് ആൻഡ് സീക്കല്ല കള്ളക്കടയറി. കളികളെ എനിക്ക് ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ ബ്രോ. പക്ഷെ എനിക്ക് ഇതായിരുന്നു വേണ്ട. പിന്നെ ആർക്കെ ഇത് വേണ്ടാത്തത്? ഇത് കലക്കി പുതുസല്ലേ അടിപൊളി. ഇറാനിയൻ ഷവർമ. എവിടത്തേത്? നമ്മളെ കഴിക്കാൻ പറഞ്ഞില്ലേ പൈസ പറഞ്ഞിട്ട് കൊമ്പച്ച 150 രൂപ കിട്ടില്ല സാധനം.
എന്തെങ്കിലും ഇരിക്കണേ കഴിക്ക് ബ്രോ. എന്ത് തെറി പറയണോടാ കള്ള തെറി പറയണ ചുമ്മാ ചെള്ള ചേർത്തോളം കൂടുതൽ അനങ്ങാണ്ടിരുന്നില്ല കണ്ണിലൊക്കെ ഞാൻ കൊടുത്തു. കൊച്ചു ചെറുക്കനെ അടിച്ചു. അത് വളരെ മഴയായിരുന്നോ? അയ്യോ ബ്രോ മുഖം കാണിച്ച എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇത് ബുക്കാണോ ഇവിടെ ഒരു ദിവസം 3 നേരം ഫുഡ് കഴിയും. അതുപോലെ കറക്റ്റ് ഇന്റർവെല്ലിന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടും നമ്മുടെ ആള്. മിഷനാ എന്ത് ഞാൻ നിന്നെ പോലെ ഒന്നും മറ്റേ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റുള്ളിൽ കഴിഞ്ഞിട്ട് വരാം. പിന്നെ 5 രൂപ അങ്ങനെ 5 മിനിറ്റ് ഇടവിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും പറയണ്ട, അങ്ങ് കേട്ടിട്ട് അവിടെ ഇരിക്കും. നീ താളം പെടാതെ കഴിയോ? രണ്ടെണ്ണം കഴിക്കണം. രണ്ടെന്ന് വെച്ചാ തുടക്കിലെന്താ 10-20 ബ്രോ അങ്ങനെയല്ല ആക്ച്വലി കഴിക്കണ്ടേ. മറ്റേ കൂടെ ഒന്നിച്ച് അടിക്കുകയാണെങ്കിൽ ഒറ്റ അടിക്കങ്ങ് എരിവെല്ലാം കൂടെ കയറിക്കോളും. അയ്യോ അത് ഇച്ചിരി കഴിച്ചോളൂല്ലോ. അയ്യോ എന്താ അബി നീ ഇതൊക്കെ ഓർണാൽ മൊത്തം കഴിക്കാനുള്ള അബിയാണോ? അതാ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ അബി ഇപ്പൊ ഫേക്ക് പേസിനാന്ന് വിചാരിക്കില്ലേ? ഓൾറെഡി നിന്നെ പറ്റി ഒരു ഇമേജ് ഉണ്ട്, അത് കളയരുത്. ഒരു ചലഞ്ചിലൊക്കെ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന അബി മാത്രമായിരുന്നു ഇതുണ്ടായിരുന്നു. രണ്ടാം കൊടുത്തു നന്നായി. പക്ഷെ മറ്റേ ചെറുതായില്ല. മറ്റേത് വലുതായില്ല. അവര് സ്വന്തം അത് അനാവശ്യമായിട്ടാണുള്ളത്. ഇവിടെ ആരും പറഞ്ഞു പോലും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ വന്നത് നമ്മള് കിട്ടിയ സാധനം കൊടുക്കും. ഇല്ലേ ഇയാള് തൂറിച്ച നിന്റെ ഇങ്ങനത്തെ വർത്താനം മാത്രമേ ആയിരുന്നുള്ളൂ. ഇയാളുടെ കിട്ടിയത്. എന്നാ മോനെ കയ്യില്ലേ? അബി തൊട്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് നല്ല സാധനം കിട്ടും. അതെ അതിന് ബ്രോക്ക് നല്ലത് കിട്ടും. വളരെ മോശം. കയ്യില്ല വരില്ല. വേറെ ഒന്ന് ഒന്നല്ല 2 ഈ വരല് മതി. കൈറ ശവന ആ പേരിൽ കൊണ്ടുപോയിട്ടാണ് കിട്ടിയത്. എനിക്ക് നല്ല ഭാഗ്യം. ഞാനൊക്കെ കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇത് വെച്ചിട്ട് ചെയ്യുമ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇയാള് കാലുകൊണ്ട് പറ്റത്തില്ല. ഞാൻ കാലുകൊണ്ട് ചെയ്യാൻ പോണേ. കാലുകൊണ്ട് ചെയ്തോളെ. അതെ കാലുകൊണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെങ്ങാനും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടിച്ച് തീർക്കാനായിരുന്നു എന്റെ പ്ലാൻ. തൊടുവോ? ഒന്നി പാളി. അപ്പൊ ഇത് എന്റെ പണിയാ. ഇയാള് 4. എനിക്ക് 4. അപ്പൊ ഞാൻ എത്ര ആയിരുന്നു? നീ ഒന്ന് നിനക്കെത്ര? 2. നിനക്ക് 1. അപ്പൊ ഞാനാണല്ലോ. എനിക്ക് 4. 1 2 3 4 എടുത്തു. പൈസ പൈസ കൊടുക്കാം. ചില്ലറ പൈസ. പൈസ പൈസ ഇവിടെ പൈസ പൈസ കൊടുക്കാം. ഒരു ചില്ലറ കൊടുക്കാം. ആ ചില്ലറ പൈസ വല്ല എടുത്തോടെ. ഫീസ് ഒന്നും ഇല്ല. ഡ്രീം ചോക്കോ കേക്ക്, രസഗുള, ചില്ലി ആൻഡ് ലെമൺ. എനിക്ക് ഈ വരല് ഭാഗ്യമില്ല. പക്ഷെ ഇതുണ്ടോ ആ കയ്യ കൊള്ളത്തില്ല ബ്രോ. ഇതെന്താ 2 രൂപ എല്ലാം പണി. എനിക്ക് ഫസ്റ്റ് 2 റൗണ്ട് പണിയാ. ഇത് കൊള്ളല്ലേ? ഇത് എനിക്ക് കിട്ടിയതാ. ഇത് ഗുലാബ് ജാമുൻ ഇല്ലേ? നല്ല രസഗുള. ശുദ്ധം തെറ്റത് മറ്റേ ഉൾക്കാടനാണോ എന്തെങ്കിലും? മധുരം അടിപൊളി. എങ്ങനൊക്കെ പറഞ്ഞു കഴിച്ചോ. ഇത് പൊട്ടിക്കാൻ പോലും അറിയില്ലാത്ത ഈ പയ്യന്റെ ബ്രോ, ഇതാണ് പിസ്സ. പിസ്സ ശരി ബ്രോ മതി. എങ്ങനെ ഇവിടുന്നാ പൊട്ടിക്കണ്ടത്? എന്നെ കാണിക്കണേ. ഇത് ഇത് രാമത്തിന് ഒന്നുമില്ല. ഇവിടെ നാ പൊട്ടിക്കണം. അത് തുറക്കാൻ നീ പിന്നെന്തിനാ സ്റ്റിക്കർ പിടിച്ച് പൊന്തിച്ചേ. പിന്നെ ചിക്കൻ പിടിച്ച് പൊന്നിച്ച്. ചിക്കൻ പിസ്സ ആണല്ലോ. അല്ല അത് കാണാൻ അറിയത്തില്ല അവർക്ക്. നിങ്ങൾ നോക്കട്ടെ കഴിക്കുന്നത്. ഇത് എന്നതാ ഇത്? ഇത് എന്നതാ ഇത് മുകളിൽ ഇട്ടാക്കണേ? കോൺ പിസിയാ? അങ്ങനെയുണ്ട് ബ്രോ. പിസ്സ കഴിച്ചിട്ട് കൊള്ളത്തില്ലല്ലേ? മുഖം ഭാഗത്തിലുണ്ട്. കൊള്ളത്തില്ല കൊള്ളാമെങ്കിൽ കൊള്ളില്ല. രസല്ലേ? ആ ബ്രോ അതല്ലേ പിസ്സ കഴിക്കണേ. ശരിയാണ്. നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ? സഹായിക്കാറില്ല ഇറ്റാലിയൻ സീസണിങ്. വെള്ളം
ഇതെന്നത് ഇത് ഞാൻ പറഞ്ഞത് പൂടാ. പൂവില്ലേ? കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ ഉള്ളിൽ അതന്നെ കുറച്ചുകൂടി. ആ അത് അവിടെ മാറ്റിക്കാം, അങ്ങോട്ട് മാറ്റിക്കല്ലേ, അതങ്ങോട്ട് മാറ്റി. ഞാൻ ലാസ്റ്റ് കുടിച്ചോളാം, എനിക്ക് കുടിക്കാറിയാലോ. ക്ലിയർ വാട്ടർ അല്ലേ? പക്ക വെള്ളം. ഞാൻ ഓവർ മധുരം കഴിക്കില്ലാത്തോണ്ട് എനിക്കിത് അറിഞ്ഞൂടാ. കൊള്ളാണ് കേട്ടോ. റോസ് വാട്ടർ റോസ് വാട്ടർ കഴിക്കല്ലേ. റോസ് വാട്ടർ എല്ലാം കൂടെ മിക്സ് ആണെന്ന്. ഭയങ്കര ചൂടാണല്ലോ. ബ്രോക്ക് എക്സ്പ്രഷനും മാച്ച് പെട്ടെന്ന് കഴിക്കോ? ആദ്യം ഇരുപേക്ക് അല്ലെന്നുണ്ടെങ്കിൽ പണി പാടും. നീ ചെറിയ പീസാണെങ്കിൽ അത് കടിക്കണം, എന്നിട്ട് നീ കഴിക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല ഗൈസ്, നിങ്ങളത് കേൾക്കുന്നില്ലേ? കഴിക്കില്ലാന്ന്. എന്താ അഭിയാനം എന്താ പ്രതീക്ഷിക്കണമെന്ന് അറിയോ? ഇപ്പൊ അല്ല ഓഡിയൻസ് അത് വിചാരിക്കണമെന്ന് അറിയോ? ആദ്യം അഭി ഇത് വായിലിട്ടിട്ട് അഭി ബുദ്ധിമാനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഓഡിയൻസ് വിചാരിക്കുന്നത്. ആദ്യം മുളക് കഴിക്കണം. എന്നിട്ട് അറിയിച്ചോ, നമ്മ വലിയ ഇടികൊണ്ടല്ല. മുഴുവൻ കഴിക്കുന്നു. അത് ഞാൻ കഴിച്ചോളാം ബ്രോ. അതിലിട്ടോ അങ്ങ് കടിച്ചോ. എങ്ങനെയുണ്ട് ബ്രോ? പിന്നെ ഒടുക്കത്തെ കോമ്പിനേഷൻ ആണല്ലോ. നാരങ്ങയും എരിവും പുളിയും. അമ്പോ എന്തോ മേടിച്ചു പോയില്ലേ ഞാൻ, കുല്യമായി പൊട്ടിത്തെറിച്ചതാ. ഓ മിക്സ് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നല്ലോ, നല്ല മിക്സ് അല്ലേ? മതിയില്ലേ? ഹാപ്പി. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടാ? മറ്റേ ഒരാളില്ല. ലാസ്റ്റ് ബാർഗ്രാഫും കാര്യങ്ങളും എല്ലാം കാണിച്ചതാക്കി വോട്ടിംഗ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.